വെൽക്കം ടു ഗ്രാമദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്ന ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന 3 കിടിലൻ സ്നാക്സാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കിടിലൻ സ്നാക്സാണ്. ഒന്ന് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി, നമ്മൾ പഴവും വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉള്ള കപ്പ് കേക്കാണ്. അതും നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്, ഇഡ്ലി പാത്രത്തിൽ വെച്ച് നല്ല പഞ്ഞി പോലത്തെ. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ സുഗിയന ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സുഗിയന നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള 3 പലഹാരങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റമായ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പഴവും കൂടെ തേങ്ങ ചെയ്തിട്ടുള്ള ഐറ്റമാണ്. അതിന് ഞാൻ ഏത്തപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് വലുതാണ്. പിന്നെ തേങ്ങയും 2 സമം എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യിൽ 1 സ്പൂൺ നെയ്യിൽ ഫസ്റ്റ് നമ്മൾ പഴം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ഒന്ന് പഴം അതിൽ ഉടഞ്ഞു വരണം ആ നെയ്യിൽ. ഇതിലുള്ള 3 സ്നാക്സും കിടിലൻ സ്നാക്സ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇന്ന് കാലത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടും കുട്ടികൾക്ക് എന്തുകൊണ്ടും കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണുള്ളത്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കളർ മാറുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം രണ്ടും കൂടി ഉടച്ചെടുക്കേണ്ടി വരും. നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്പൂൺ കൊണ്ട് നല്ലോണം ഇതാക്കിയിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് ആക്കിയെടുത്താൽ മതിയാവും. അപ്പം തേങ്ങയും കൂടി ഒരു പച്ചമണമൊക്കെ തേങ്ങയുടെ പോയി നല്ലവണ്ണം നെയ്യിലങ്ങ് ഇതാവട്ടെ. ഗോതമ്പ് പൊടി വെച്ചിട്ട് അധികം നമ്മൾ സ്നാക്സൊന്നും അധികം ഉണ്ടാക്കാറില്ല അല്ലേ, പക്ഷേ ഇത് അടിപൊളി സംഭവങ്ങളാണ്, നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള. അപ്പോൾ അത് സംഭവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം ഞാനൊന്ന് കുഴച്ചതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുത്ത ശർക്കരപ്പാനി എടുത്ത് നമ്മൾ തിളപ്പിച്ച ശേഷം തണുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളതിൽ ഒഴിക്കാം. പിന്നെ ഇതിൽ നമ്മൾ അതിന് ശേഷം ചേർക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി വന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫ്രൈ പാനിൽ ഒരു 3-4 മിനിറ്റ് ചെറു തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ഇത് മാറും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഗോതമ്പ് പൊടി ചേർക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ മിക്സിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി അതിൽ ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഫ്രൈ പാനിൽ ഓയിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തന്നെ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ചെയ്യാവുന്നതാണ്. നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒരുപാട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി കുറച്ചുകൂടി ഒഴിച്ചെടുക്കുക. അതല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. ശർക്കരപ്പാനി ഇപ്പോൾ തീർന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ കുറച്ച് പാൽ ഒഴിച്ചാലും മതിയാവും. അതിനുശേഷം നമ്മുടെ ഇഡ്ലി ചെമ്പ് ചൂടാക്കി വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റീൽ ബൗളിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ ഇത് ഒഴിക്കുക അതിൽ. അപ്പോൾ ഇത്രയും ഒരു കട്ടി വേണം കേട്ടോ. അപ്പോൾ നെയ്യ് ഞാനിപ്പോൾ ഒരു ടിഫിൻ ബോക്സ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആവി കയറ്റി എടുക്കാനാണ്. അപ്പോൾ ആ ഒരു ആവി കയറ്റാനുള്ള ആ ഒരു ഇതും കൂടി തട്ടും കൂടി അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളക്കണ സമയത്ത് വേണം നമുക്കത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇറക്കിയിട്ട് നമ്മൾ ഇട്ട ശേഷം നല്ലവണ്ണം ഒന്ന് ഇതാക്കുക കേട്ടോ. അതായത് നല്ലവണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അങ്ങോട്ട് ആവി കയറ്റി ഒരു 15-20 മിനിറ്റ് വെക്കേണ്ടി വരും കേട്ടോ. ചെറുതീയിൽ നമ്മൾ തിളച്ച് വരുമ്പോഴാണ് നമ്മളത് വെക്കേണ്ടത്. അപ്പോൾ സംഭവം ആയിട്ടുണ്ട്. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട്. ഞാനതിലേക്ക് തണുത്ത ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു മാതിരി നല്ലോണം തണുത്തിട്ട് നമ്മളൊരു പാത്രത്തേക്ക് ബൗളിലേക്ക് മാറ്റുമ്പോൾ നല്ല കട്ടിക്കിരിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം, അരിപ്പൊടി വെച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. കണ്ടില്ല, അങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നും ഒട്ടില്ല. നല്ല ഷേപ്പിൽ നമ്മുടെ ഈ ഹൽവ കട്ട് ചെയ്തെടുക്കുന്ന ഹൽവ പിന്നെയും നമുക്ക് ഒട്ടും, പക്ഷേ ഇത് ഒട്ടും ഇതാവില്ല. കണ്ടല്ലോ അതേ സംഭവം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. ഒരു അധികം സമയമൊന്നും വേണ്ട. ഇത് ഇഡ്ലി ചെമ്പിൽ വെന്ത് വരുന്ന ആ ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തത് അടിപൊളി സാധനം ഉണ്ടാക്കാം. അതിന് 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഐറ്റമാണ് നമുക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര നമ്മൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതൊന്ന്
മിക്സിയുടെ ജാർ നല്ലോണം തുടച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് ആ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചെടുത്ത ശേഷം ഒരു മുട്ടയുടെ അതായത് വെള്ളയും മഞ്ഞയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒരു ക്രീം രൂപത്തിലാകുന്നവരെ നമ്മളൊന്ന് അടിച്ചെടുക്കാം. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ വാനില എസൻസ് ചേർക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി മതി. വാനില എസൻസ് വേണം നിർബന്ധമൊന്നുമില്ല, ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു 1/4 സ്പൂണോളം ഞാനതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നല്ലവണ്ണം ഒന്ന് അടിച്ചൊരു ക്രീം രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മളത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഗോതമ്പ് പൊടി, ഒരു 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരിച്ച് വേണം ചെയ്യാൻ, 2-3 തവണ നമ്മളത് അരിക്കണം. കുറച്ചൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറില്ലേ, ഈ ബേക്കിംഗ് പൗഡർ നമുക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ. ഓക്കെ, ഇത് തന്നെ വേണം. ഇനി ഇപ്പോൾ ചിലരോട് ചോദിക്കും ഇതിലിപ്പോൾ ഈനോ പറ്റുമോ, അത് പറ്റുമോ, ഇത് പറ്റുമോ, അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അത് എത്രമാത്രം ഇതാവുന്നുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ വന്നിട്ട് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ ഇട്ടു 1/2 സ്പൂൺ. ഇനി അടുത്ത് ഇടാൻ പോണത് സോഡാപ്പൊടി. ഓക്കെ, അത് 1/4 സ്പൂൺ. ഈ ഒരു ഐറ്റം തന്നെ ഇതിന് വേണം, വേറെ ഒന്നും നമുക്കതിന് പറ്റില്ല. അതിനുശേഷം ഇത് കൊക്കോ പൗഡറാണ്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ, നമ്മൾ വാനില ഫ്ലേവറിനെക്കാട്ടും കുറച്ചൊരു ബെറ്റർ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് കൊക്കോ പൗഡർ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3 തവണ നമ്മൾ അരിച്ചെടുക്കുക. അപ്പം മാത്രമേ ആ കട്ട പോവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട നിൽക്കും, പ്രത്യേകിച്ച് കൊക്കോ പൗഡറൊക്കെ ഇടുന്നതുകൊണ്ട്. അപ്പം ശരിക്കും ആ കൂട്ട് കറക്റ്റായിട്ട് ഇതാവില്ല. അപ്പം 3 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയും കൂടി വാനില എസൻസും കൂടി അടിച്ച് വെച്ച ആ മിക്സ് എടുത്തിട്ട് നമ്മൾ ഇടുക. എന്നിട്ട് നമ്മൾ കുത്തി മറിച്ചിട്ട് ഇളക്കരുത്, ഒരു ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, ഇങ്ങനെ മാത്രം ഒന്ന് സ്ലോയിൽ ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒരിക്കലും സോഫ്റ്റ് ആവില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ലിച്ചെമ്പിലുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ വെറും ഇഡ്ഡലി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു കേക്കാണത്. അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ എത്ര മിനിറ്റ് വേണം നമുക്ക് ആവിക്ക് വെച്ചെടുക്കാൻ? 5 മിനിറ്റും കൂടി വേണ്ട, അത്രയും സമയം എടുക്കുള്ളൂ ഇതിന്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 3-4 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നമുക്കിതിൽ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ 3-4 സ്പൂൺ ബട്ടർ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്, ഒരു 4 സ്പൂൺ ചേർക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. സെയിം സ്പൂണിൽ തന്നെ, ഇളക്കുന്ന സ്പൂണിൽ തന്നെ ഞാനത് അങ്ങോട്ട് ചേർത്തത്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ടൈറ്റ് തോന്നുകയാണെങ്കിൽ നമുക്കതിൽ കുറച്ച് പാലുകൂടി ചേർക്കാവുന്നതാണ്. ഇത് ഈ രീതിയിൽ തന്നെ ഇളക്കണം, കുത്തി മറിച്ചിട്ട് ഇട്ട് ഇളക്കരുത് നമ്മൾ ഒരിക്കലും. നമ്മൾ മെല്ലെ ആ ഒരു ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സപ്പ് ആക്കിയാൽ മാത്രം മതി. ഇനി നമുക്കത് വീണ്ടും ഒരു കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് പാൽ, ഒരു 3-4 സ്പൂൺ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം, തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആവാൻ നോ പ്രോബ്ലം, പക്ഷെ അത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. അപ്പോൾ അതങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4-5 സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ഇഡ്ലി മാവിൻ്റെ ഒരു പരിവമായിരിക്കണം, ദോശമാവിൻ്റെ മാതിരി ലൂസാവരുത്. അപ്പോൾ നമ്മൾ ഇഡ്ലിച്ചെമ്പിൽ തന്നെ ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കട്ടി വേണമല്ലോ, ആ ഒരു മാവ് തിക്കായിട്ട് വേണമല്ലോ. നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ലിത്തട്ടിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ തേച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡ്ലിച്ചെമ്പ് നല്ലോണം തിളയ്ക്കാം. ഇഡ്ലിച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കണ സമയത്ത് നമ്മളിതിൽ ഇഡ്ലിത്തട്ടിൽ നമ്മൾ പകുതിക്കേ നമ്മളത് ഇടാൻ പാടുള്ളൂ. അതായത് ആ ഇഡ്ലിത്തട്ടിൽ ഫുൾ നിറയ്ക്കരുത്, ഓരോരോ ഇതിൽ കുഴിയിലും കുറച്ച് ഇടുക, പകുതി. കാരണം അത് ഡബിളായിട്ട് വരും ഇത്. അപ്പം നമുക്ക് ഫുള്ളായി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓവറായിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇതായിട്ടുണ്ട്, എല്ലാത്തിലും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടിക്കൊടുക്കണം അത്, കാരണം അതിൽ ഉള്ളിൽ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളതൊന്നും എടുത്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ആവി വെക്കാം. നമ്മൾ ഇഡ്ഡലി ആവുന്ന സമയം എത്രയാണ്, 4-5 മിനിറ്റ് അത്ര സമയം ഇതിലാവുള്ളൂ. ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ പ്രത്യേകിച്ച് കവറും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ 1-2 ഡ്രോപ്സൊക്കെ വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇതേ സംഭവം ആയിട്ടുണ്ട്.
ഇതിൽ കണ്ടില്ലേ വെള്ളം 2-3 തുള്ളിയൊക്കെ ഒറ്റിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വാഴയില അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. അത് പക്ഷേ കേക്ക് അത്ര ഒരു ഇതായിട്ട് വരില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതേ നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഇതിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. കുറച്ചേരം ഒന്ന് തണുത്ത ശേഷം നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതേ വളരെ സിമ്പിളായിട്ട് പോരും ഇത്. ഇനി എത്രമാത്രം സോഫ്റ്റ് ഉണ്ട് നോക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ അത് ഗോതമ്പ് പൊടിയാണ് നമ്മളതിൽ എടുത്തിരിക്കുന്നത്, മൈദയല്ല. പിന്നെ അത് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതേ കണ്ടല്ലോ, അടിപൊളി. അപ്പോൾ കൊക്കോ പൗഡറിന് പകരം ഒരു വല്ല ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, കണ്ടല്ലോ. ഇനി അടുത്തത് ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും നമ്മൾ സുഖിയനൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ചെറുപയറൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. ഇത് വെറും തേങ്ങ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം ഗോതമ്പ് പൊടിയിൽ. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ഇട്ടിട്ടൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സുഖിയനാണ്. സാധാരണ മൈദപ്പൊടി വെച്ചിട്ടായിരിക്കും കുറച്ച് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കാനുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഏതാണോ ഇടുക. പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ട് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം ഇങ്ങനെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചീത്തയാവില്ല. നമ്മൾ ചെറുപയറൊക്കെ വെച്ചുണ്ടാക്കുന്ന സുഖിയൻ എന്ന് പറഞ്ഞത് ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ചീത്തയാവും. ഇത് പക്ഷേ ചീത്തയാവില്ല. കാരണം നമ്മൾ തേങ്ങ നല്ലവണ്ണം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടില്ലേ, കളറൊക്കെ മാറി ശരിക്കും. അപ്പോൾ അത് ചീത്തയാവില്ല. ഈ ഒരു തേങ്ങയ്ക്ക് വരെ നമുക്ക് ഉണക്ക തേങ്ങ മീൻസ് കൊപ്ര അത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതിലിട്ടിട്ടാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ശർക്കരപ്പാനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ആ ശർക്കരയും തേങ്ങയും കൂടി ആ വെന്ത് വരുന്ന സമയം, ഡ്രൈ ആവുന്ന സമയം വരെ നമ്മൾ വഴറ്റിയെടുക്കാം. അപ്പോൾ ശരിക്കും അതിൽ യോജിക്കുള്ളൂ. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ശർക്കരപ്പാനി ചേർത്തത്. അപ്പോൾ ആ തേങ്ങ അതിലിരുന്ന് തിളച്ച് വരുമല്ലോ. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. ഒരു ഏലക്ക ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക. ഇത് നമ്മുടെ കൈ കൊണ്ട് പരത്തണ പരുവമാകുമ്പോൾ മീൻസ് നമുക്കിങ്ങനെ റൗണ്ട് പിടിക്കാൻ പറ്റണം. ആ ഒരു പരുവം നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ ഈ ഒരു ഫ്രൈ പാനിൽ നിന്നും ഇളക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വരുന്ന ടൈപ്പ് ആ ലെവലാകുമ്പോൾ നമുക്കതങ്ങോട്ട് മാറ്റാം. ഇതേ കണ്ടല്ലോ, ഈ ഒരു പരുവം ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കതങ്ങ് മാറ്റാം. എന്നിട്ട് ഒരു പകുതി തണുക്കുമ്പോൾ, ഫുൾ തണുക്കരുത്, പകുതി തണുക്കുമ്പോൾ നമുക്കത് റൗണ്ട് പിടിക്കാം. ഇനിയിപ്പോൾ ഞാൻ അത് കളറ് മാറി, തണുത്ത് കഴിഞ്ഞപ്പോൾ കളറ് മാറിയിട്ടുണ്ട്. അതിൻ്റെ നമ്മളിങ്ങനെ റൗണ്ട് പിടിച്ച് വയ്ക്കുക. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ചെറുപയറേക്കാട്ടും കുറച്ചൊരു ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഇത് തേങ്ങയും ശർക്കരയും കൂടി ചേരുമ്പോൾ മാത്രമാകുമ്പോൾ. പിന്നെ ചെറുപയറൊക്കെ ആകുമ്പോൾ നമുക്ക് കുക്കറിലൊക്കെ ആക്കി എടുത്തിട്ട് അതൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. നമ്മൾ ഫുൾ ആക്കിയ ശേഷം ഒരു ബൗൾ ഗോതമ്പ് പൊടി 3 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ മഞ്ഞൾപ്പൊടി, കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി. ഇത് ചേർത്ത് നമ്മൾ ഇഡ്ലിമാവിൻ്റെ പരുവത്തിലാക്കുക, അല്ലെങ്കിൽ പഴംപൊരിയുടെ ആ ഒരു ലെവലെടുക്കുക മാവ്. ഇതിന് നല്ലോണം ഇളക്കി ഇതാക്കിയിട്ട് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാകുമ്പോൾ കട്ട പിടിക്കും. മൈദനെക്കാട്ടും കുറച്ചൊരു കട്ട ഒരു ഇതാവാനുള്ള ചാൻസ് ഉണ്ട് ഗോതമ്പ് പൊടി. അപ്പോൾ നമ്മൾ നല്ലവണ്ണം മാവ് ഇതിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഈ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ഈ സുഗിയൻ്റെ ഇതെടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ്. സാധാരണ സുഗി നമ്മൾ ചെറുപയറൊക്കെ വേവിച്ചെടുത്ത് കടകളിൽ നമ്മൾ ശർക്കരയിലിട്ട് അതിനെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. തേങ്ങ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തിട്ട് നമ്മളിതാവുമ്പോൾ അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുന്നു. ഉള്ളു ഓൾറെഡി നമ്മൾ കുക്ക്ഡ് ആണ്. അപ്പോൾ സോ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ഒരുവിധം നമുക്ക് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു 3 ഐറ്റവും നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള 3 സ്നാക്സാണ്. നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റും മധുരമുള്ള സ്നാക്സാണത് 3 കണ്ടല്ലോ. അപ്പോൾ സംഭവം ആയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണെന്നത് ഒരിക്കലും ആരും പറയില്ല അത് ഗോതമ്പ് പൊടിയാന്നുള്ളത്. അപ്പോൾ ആയി കഴിയുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് മാറ്റുന്നുണ്ട്. സംഭവം ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇത് അങ്ങോട്ട് മാറ്റാം.
ഞാൻ കാണിച്ചു തരാം. അത് നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ ശരിക്കും കഴിക്കാൻ തോന്നും. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന മാതിരി നല്ല ടേസ്റ്റുള്ള നല്ല കുറേ ദിവസങ്ങൾ നിൽക്കുന്നത്, ചീത്തയാവില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ 3 വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഒരു വീഡിയോയിൽ തന്നെ 3 തരത്തിലുള്ള ഗോതമ്പ് വെച്ചുള്ള സ്നാക്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 സ്നാക്സുകളാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് വന്ന ബെൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ടപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.